ഇതിനകത്ത് ശരിക്കും പേര് കൊണ്ട് പോലും വ്യത്യസ്തമാണ്. നമ്മുടെ ഐശ്വര്യവിലാസം അല്ല, ഈ നമ്മുടെ സിനിമയുടെ പേരാണ് ഉദ്ദേശിച്ചത്. ശരിക്കും ഇങ്ങനൊരു മൂവിയിലേക്ക് സാർ എത്തപ്പെടാൻ എന്തായിരുന്നു സാഹചര്യം? പണ്ട് തൊട്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു മൂവി ചെയ്യണം എന്നുള്ളത്. ബട്ട് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സോ വി വർ ബിസി വിത്ത് ദാറ്റ്. അത് കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നതിന് ശേഷം വി തോട്ട് വിൽ ഡു വിത്ത് സം ഗുഡ് പീപ്പിൾ അറൗണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാം. സോ വൈ നോട്ട് വിൽ ട്രൈ ഇറ്റ് ഔട്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം വെച്ചിട്ടാണ് അത് പ്ലാൻ ചെയ്തത്. പിന്നെ എസ്പെഷ്യലി താങ്ക്സ് ടു പ്രവീൺ ഫോർ ദാറ്റ്, ബിക്കോസ് പ്രവീണാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണതും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഹി ഗിവ് മീ മോർ കോൺഫിഡൻസ് ഇൻ ഫാക്ട് ഫോർ ഡൂയിങ് ഇറ്റ്. എന്താണ് പ്രതീക്ഷ നിങ്ങളുടെ ഈ മൂവിയിലൂടെ നമുക്ക് ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആസ് എ പ്രൊഡ്യൂസർ സാറിന്റെ ഒരു വിശ്വാസം? മൂവിയിൽ ഇപ്പം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ എന്നുള്ള കാര്യം പറയുന്നു. പിന്നെ ഐ വാസ് യങ്, ആ സമയത്താണ് ദശരഥം പോലുള്ള സിനിമ വന്നത്. ആ സമയത്തും അതൊരു ന്യൂ ജനറേഷൻ മൂവി തന്നെയായിരുന്നു. കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് ബേസിക്കലി ആൻഡ് ആൾക്കാരുടെ വ്യത്യാസങ്ങൾ യൂത്തിന്റെ ബേസിക്കലി അപ്പൊ അങ്ങനെ ഒരു ചേഞ്ചേ ഉള്ളൂ. സോ അപ്പൊ അത് സോ ഇഫ് വി ഫീൽ വി ആർ യങ് ഓൾവേസ് then we can do that. That's what. Okay sir, anyway thank you so much. Wish you all the best ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ കേട്ടിരിക്കുക, നമ്മുടെ കിടിലത്തിന് ഈ ഒരു സിനിമയിൽ എന്താണ് റോള് എന്നറിയണ്ടേ? സോ എൽഡോന് സിനിമയിലെടുത്ത വിശേഷങ്ങളുമായിട്ട് പൂമുഖപ്പടിയിൽ ദിഗാജി സുമിതിയുണ്ട്. സ്റ്റേ ട്യൂൺഡ്.